ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ലഭിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ഫിലിപ്പിയില് പരിച്ഛേദനക്കാരായി പരിച്ഛേദന അനുസരിക്കണം, പരിച്ഛേദനയും കൂടെ അനുസരിച്ച് ന്യായപ്രമാണം അനുസരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആളുകളെ ഖണ്ഡിക്കുവാൻ വേണ്ടി പൗലോസ് പറയുകയാണ്, ഈ യഹൂദന്മാരായ ആളുകൾ, പരിച്ഛേദന പ്രസംഗിക്കുന്നവർ, തങ്ങളുടെ പാരമ്പര്യത്തിലും തങ്ങളുടെ പഴയ നിയമ അനുഷ്ഠാനങ്ങളിലൊക്കെ പോഴുമ്പോൾ അവരെക്കാൾ അധികമായിട്ട് ആ കാര്യങ്ങളിലൊക്കെയും പോഴുവാൻ കഴിയുമായിരുന്ന പൗലോസ് തനിക്ക് എങ്ങനെയൊക്കെ ആ കാര്യങ്ങളിൽ പോഴുവാൻ കഴിയും എന്നാണ് ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. അങ്ങനെയുള്ള താൻ അതിലൊന്നിലും പുകഴാതെ ഇരിക്കുമ്പോൾ ഫിലിപ്പി വിശ്വാസികളായ ദൈവമക്കൾ അങ്ങനെയുള്ള പരിശോധനക്കാരുടെ കെണിയിൽ പെട്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. പൗലോസ് തൻ്റെ ജാതീയമായിട്ടും വ്യക്തിപരമായിട്ടുമുള്ളതായ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതായ ആ യഹൂദ മതത്തിൽ തനിക്കുണ്ടായിരുന്ന മേന്മകളെക്കുറിച്ച്, ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ്. പൗലോസ് പറയുകയാണ്, ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ടെങ്കിൽ തനിക്കാണ് ഏറ്റവും അധികം ജഡത്തിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ കാരണങ്ങൾ പറയുകയാണ്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിച്ചു. എലിസബേത്തും സക്രിയാവും യോഹന്നാൻ സ്നാപകനെ 8-ാം ദിവസം പരിച്ഛേദന ഏൽപ്പിച്ചു. യഹൂദ ബാലന്മാരെ, യഹൂദ മാതാപിതാക്കൾ 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കാറുണ്ട്. എന്നാൽ ഇസ്മായിലിയൻ 13-ാം ദിവസത്തിലും ജാതികളിൽ നിന്ന് യഹൂദമതം സ്വീകരിക്കുന്ന സമയത്തുമാണ് പരിച്ഛേദന ഏൽക്കുന്നത്. പൗലോസ് പറയാണ്, ഞാൻ അങ്ങനെ ഒരു ജാതിയിൽ നിന്ന് വന്നവനോ അല്ലെങ്കിൽ ഒരു ഇസ്മായിലിന്റെ ഒന്നുമല്ല, ഞാൻ യഥാർത്ഥ യഹൂദനാണ്. 8-ാം നാളിൽ ദൈവവചന പ്രകാരം, ന്യായപ്രമാണ പ്രകാരം പരിശോധനയേറ്റവനാണ് എന്ന് പറയുന്നു. എങ്കിലും തനിക്ക് ആ പരിശോധനയുടെ പ്രാധാന്യം, ആ പരിശോധനയുടെ ദൈവവചന പ്രകാരമുള്ള ആവശ്യകതയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അതിന്റെ ആവശ്യം ഇനിയില്ല. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇസ്രായേൽ ജാതിക്കാരൻ. നമുക്കറിയാം, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തതിന്റെ അടയാളമാണ് ഇസ്രായേൽ. ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ എന്നാണ്, ദൈവത്തിന്റെ പ്രഭു എന്നാണ് അതിന്റെ അർത്ഥം. യാക്കോബിന് ദൈവം നൽകിയ പേരാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ജാതിയിൽപ്പെട്ടവനാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. താനൊരു അശുദ്ധൻ അല്ല, താൻ എന്തോ ഒരു മിക്സ് ചെയ്യപ്പെട്ടവനല്ല. യഥാർത്ഥ യഹൂദൻ, ആ യഹൂദ ജാതി എന്ന നിലയ്ക്ക് എല്ലാ നിലയിലും ഒരു നിലയിലുള്ളതായ കലർപ്പും കൂടാതെയുള്ളവനാണ് എന്ന് പൗലോസ് പറയുകയാണ്. ദൈവവുമായിട്ട് ബന്ധമുള്ള ജനമാണ്, ദൈവജനത്തിന്റെ ആ കൂട്ടത്തിൽപ്പെട്ടവനാണ്, യാക്കോബിന്റെ വംശത്തിൽപ്പെട്ടവനാണ് എന്ന്
താൻ പറയുകയാണ്. അടുത്തതായിട്ട് ബെന്യാമിൻ ഗോത്രക്കാരൻ. നമുക്കറിയാം, യാക്കോബിന്റെ 12 മക്കളിൽ വാഗ്ദത്ത ദേശത്ത് വെച്ച് ജനിച്ചതാണ് വ്യക്തിയാണ് ബെന്യാമിൻ. ബെന്യാമിൻ കടിച്ചു കയറുന്ന ചെന്നായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ബെന്യാമിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്, എന്റെ വലത്ത് കൈയുടെ പുത്രൻ അഥവാ ബലത്തിന്റെ പുത്രൻ എന്നുള്ള ആശയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആദ്യത്തെ ഇസ്രായേൽ രാജാവ് വന്നത് ഈ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ്, ശൗൽ. അതുപോലെ ദാവീദിന്റെ കാലത്തിനു ശേഷം ഇസ്രായേൽ ഗോത്രങ്ങൾ തെക്കും വടക്കുമായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ 10 ഗോത്രങ്ങൾ ദാവീദിനെയും കുടുംബത്തെ ഉപേക്ഷിച്ചു പോയപ്പോൾ ദാവീദിനോടും ശലോമോനോടും ആ വംശപരമ്പരയോടും വിശ്വസ്തരായി നിന്ന യഹൂദ ഗോത്രത്തോടൊപ്പം നിന്ന വ്യക്തിയാണ്, സമൂഹമാണ് ബെന്യാമിൻ ഗോത്രക്കാര്. മാത്രമല്ല, ദൈവ വചനപ്രകാരം അനേക പ്രഭുക്കന്മാര് ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഉണ്ടായപ്പോൾ അതിൽ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. മടങ്ങി വന്ന ബാബേൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ആ ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തിൽ ബെന്യാമിൻ ഗോത്രക്കാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, എസ്തേറിന്റെ ചിറ്റപ്പനായ മൊർദെഖായി ഒരു ബെന്യാമിൻ ഗോത്രക്കാരനാണ് എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ വളരെ ഉന്നതമായ ഒരു ഗോത്ര പാരമ്പര്യം തനിക്ക് അവകാശപ്പെടുവാനുണ്ട്, താൻ ആ ഗോത്രത്തിൽപ്പെട്ടവനാണ് എന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. മാത്രമല്ല, എബ്രാഹിമിൽ ജനിച്ച എബ്രാഹിം, പൗലോസ് പറയാണ്, തൻ്റെ മാതാപിതാക്കൾ തർസോസിലായിരുന്നെങ്കിലും അവർ ആ എബ്രായ പരിപാവനത്വം, അവർ ആ എബ്രായ കലർപ്പില്ലായ്മ പിന്തുടർന്നു വന്ന അങ്ങനെയുള്ള ഒരു ഭവനത്തിലാണ് താൻ ജനിച്ചത്. എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ യഹൂദന്മാര് ചിതറിപ്പോകുന്നവര് യവന സംസ്കാരവും യവന ഭാഷയും ഒക്കെ പിന്തുടരുകയും ആ നിലയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പൗലോസിന്റെ മാതാപിതാക്കൾ, പൗലോസിന്റെ കുടുംബം ആ എബ്രായ ഭാഷയ്ക്കും എബ്രായ സംസ്കാരത്തിനും, എബ്രായം നമുക്കറിയാം അബ്രഹാമിന്റെ വംശപരമ്പരയാണ്, അബ്രഹാമിലും ആ വംശപാരമ്പര്യത്തിലും പോയിരുന്നുകൊണ്ട് എബ്രായ ഭാഷയ്ക്കും എബ്രായ സംസ്കാരത്തിനും മാതൃകയായി നിന്നുകൊണ്ട് അതിനൊരു കലർപ്പും വരുത്താതെ അവര് എബ്രായരാണ് എന്ന് എവിടെയായിരുന്നാലും വെളിപ്പെടുത്തിക്കൊണ്ട് അബ്രഹാമിനോട് ഉള്ളതായ കൂറ പുലർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ജനമെന്ന നിലയ്ക്ക് നിന്നു എന്നുള്ളത് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, നമുക്കറിയാം പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ടവൻ എന്നാണ്. മറ്റ് സദൂക്യരെ പോലെയോ ഉള്ള ആളുകളെ പോലെ ആയിരുന്നില്ല ഈ പരീശന്മാർ. അവർ ന്യായപ്രമാണത്തിന് വളരെ വില കൊടുക്കുവാൻ താല്പര്യമുള്ളവരാണ്. ഈ പൗലോസിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 6000-ലധികം പരീശന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്കപ്പെടുന്നത്. പരീശൻ എന്ന് പറഞ്ഞാൽ അവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ, അത് വെച്ചു പുലർത്തുന്ന കാര്യത്തിൽ ഒട്ടുവിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ പോകുന്നവനാണ്. ന്യായപ്രമാണം പള്ളിപുള്ളി വ്യത്യാസം കൂടാതെ അനുഷ്ഠിക്കുന്നവൻ, ന്യായപ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവൻ, പഴയ നിയമം മുഴുവനായി അംഗീകരിക്കുന്നവൻ. നമുക്കറിയാം സദൂക്യരും ഹെരോദ്യരും മറ്റു ഗ്രൂപ്പുകളൊക്കെ ഈ ന്യായപ്രമാണം പഴയ നിയമം മുഴുവൻ അംഗീകരിക്കാതിരുന്നപ്പോൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പഴയ നിയമം പൂർണ്ണമായി അംഗീകരിച്ച് ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചു കൊന്ന പരീശന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് പൗലോസ്. വേർപാട് കാത്തുസൂക്ഷിച്ചവനാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് യഹൂദ മതമാണ് ശരി, മറ്റെല്ലാം തെറ്റാണ് എന്ന് ചിന്തിച്ച് സഭ പെന്തക്കോസ്ത് നാള് ആരംഭിച്ച ദൈവസഭയെ മുടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവനാണ്. നമുക്കറിയാം യെരുശലേമിൽ അനേകരെ പീഡിപ്പിച്ചു. സ്തെഫാനോസിന്റെ ആ കല്ലെറിയൽ സമയത്ത് അതിന് അനുവാദം കൊടുത്തുകൊണ്ട് കല്ലെറിഞ്ഞവരുടെ വസ്ത്രം കാത്തത് ഈ പൗലോസാണെന്ന് വായിക്കുന്നു. അങ്ങനെ താൻ പിടിച്ചിരിക്കുന്ന യഹൂദ മതമാണ് ശരി, ക്രിസ്തീയ സഭ ശരിയല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ പീഡിപ്പിക്കാൻ തക്കൊണ്ട് മറ്റുള്ളവരെക്കാൾ അധികമായിട്ട്, തന്റെ സമപ്രായക്കാരായ ആളുകളെക്കാൾ അധികമായിട്ട് മുന്നോട്ട് പോയി എന്ന് പൗലോസ് പറയുന്നുണ്ട്. മാത്രമല്ല,
ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനന്യൻ എന്നാണ് പറയുന്നത്. ന്യായപ്രമാണം അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ വള്ളിപുള്ളിക്ക് വ്യത്യാസം വരുത്താതെ ചെറുപ്പപ്രായം മുതലേ ന്യായപ്രമാണം യഹൂദന്മാര് ചിന്തിച്ചിരുന്നത് ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അനുഷ്ഠിച്ച് നീതി നേടാം എന്നാണ്. പൗലോസും അങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടിരുന്നത്. എന്ന് നമുക്കറിയാം, ന്യായപ്രമാണം ചില പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതല്ലാതെ, ചില പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായിക്കുന്നതല്ലാതെ ദൈവത്തിന് മുമ്പാകെ നീതിയോ നേടുവാൻ സാധ്യമല്ല. ന്യായപ്രമാണത്താൽ നീതി വന്നിരുന്നെങ്കിൽ ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പൗലോസിന് പിന്നീട് അത് മനസ്സിലായി. പൗലോസ് പറയുകയാണ്, ഇതൊക്കെ ഞാൻ അനുഷ്ഠിച്ചത്, ഇതൊക്കെ ഞാൻ ചെയ്തത് എൻ്റെ ആ ജഡത്തിലുള്ള പ്രശംസയാണ്. പൗലോസ് പിന്നീട് അതൊന്നും വിലയില്ലാത്തതാണ് എന്ന് പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ കാണുന്ന ജഡത്തിൻ്റെതായ എല്ലാം ഒരു വിലയില്ലാത്തതാണ്. ആത്മീയമായതിന് നമുക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.